ധർമ്മസ്ഥലയിൽ കൂട്ടസംസ്കാരങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കുഴിച്ചു പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തി. ഇന്നലെ കണ്ടെടുത്തത് 100-ലേറെ അസ്ഥികൾ. പൂർണ്ണ അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തി. 1.5 വർഷം മുന്നേ ഒരാൾ ആത്മഹത്യ ചെയ്തെന്നും വിവരം ലഭിച്ചു. മരത്തിൽ കെട്ടിയ നിലയിൽ ചുവപ്പ് സാരിയും കണ്ടെത്തി. അതേസമയം ധർമ്മസ്ഥലയിൽ കൂട്ടസംസ്കാരങ്ങൾ നടത്തിയത് സംബന്ധിച്ച് വീണ്ടും പരാതി ഉയർന്നു. 2002-2003 കാലയളവിൽ 15 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹം പരിശോധനകൾ ഇല്ലാതെ കുഴിച്ചു മൂടിയതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി അംഗമായ ജയൻ എന്ന യുവാവ് SITയെ സമീപിച്ചു. തുടർന്ന് പരാതി ധർമ്മസ്ഥല പോലീസിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിനിടെ തിരച്ചിൽ ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കും. ഇന്നലെ തിരച്ചിൽ നടത്താതെ മാറ്റിവെച്ച് 11ാം പോയിന്റിൽ ആണ് രാവിലെ പരിശോധന നടന്നത്. അതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതെന്ന് തിരിച്ചറിയാൻ SIT ശ്രമങ്ങൾ തുടങ്ങി. നിലവിൽ അന്വേഷിക്കുന്ന മരണങ്ങൾ ആ അസ്ഥികൂടത്തിന് കാര്യമായ പങ്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മുൻ ശുചീകരണ തൊഴിലാളി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോയിന്റ് 11ന് സമീപം ഉൾവനത്തിലായിരുന്നു പുതിയതായി പരിശോധന നടന്നത്. അതിനിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകൾ പുറത്തായിരുന്നു. ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ദുരൂഹ മരണങ്ങളുടെ നിർണായക രേഖകൾ നശിപ്പിച്ചതോടെ SIT കണ്ടെത്തുന്ന വിവരങ്ങൾ ഒത്തുനോക്കാൻ പോലും മുൻരേഖകൾ ഇല്ലാതായി. ഉച്ചയോടെയാണ് പുതിയ സ്ഥലത്തു നിന്നും അസ്ഥികൾ കണ്ടെടുത്തത്. ഉടൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ജിതേന്ദ്രകുമാർ ദയാമ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി. നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പോയിന്റ് നമ്പർ 11ൽ നിന്ന് 100 അടി അകലെയാണ് മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതെന്ന് സൂചനയുണ്ട്. മുഖ്യ സാക്ഷി കൂടിയായ ശുചീകരണ തൊഴിലാളി ഇതുവരെ ചൂണ്ടിക്കാണിക്കാത്ത സ്ഥലമാണ് ഇത്. ഇതോടെ ഇന്ന് തിരച്ചിൽ നടക്കേണ്ടിയിരുന്ന 11 പോയിന്റിൽ തിരച്ചിൽ നടന്നിട്ടില്ല. അതിനിടെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ 2000 മുതൽ 2025 വരെ റിപ്പോർട്ട് ചെയ്ത ദുരൂഹ മരണങ്ങളുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും നിർണായക വിവരങ്ങൾ നശിപ്പിച്ചെന്ന് വ്യക്തമായി. FIR-കൾ, പോസ്റ്റ്മോർട്ടം രേഖകൾ, മൃതദേഹങ്ങളുടെ ഫോട്ടോകൾ അടക്കമുള്ള വിവരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. അപ്രധാനമായതിനാലാണ് ഇവ നശിപ്പിച്ചതെന്ന് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയും ലഭിച്ചു. 2015 വരെ ധർമ്മസ്ഥല ഈ സ്റ്റേഷന് കീഴിലായിരുന്നു. കൊലപാതകങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് നീക്കം എന്നാണ് ആക്ഷൻ കൗൺസിലും ആരോപിക്കുന്നത്.